ഹലോ ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും പുതുപുത്തൻ ജീവിതാനുഭവങ്ങളിലേക്കും. നമ്മൾ ഇന്നലെ എവിടെയാണ് താമസിച്ചതെന്നുള്ള കാഴ്ചകൾ കണ്ടോ? തേയിലക്കാടാണ് കേട്ടോ. ആസാമിലെ തേയിലക്കാടിന് നടുവിൽ നിന്നും സ്വാഗതമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് നാഗാലാൻഡ് ആസാം ബോർഡറിലുള്ള കച്ചിമാരോ എന്ന് പറയുന്ന ഒരു തേയില ഗ്രാമം, തേയില റബ്ബറിൻ്റെയൊക്കെ ഒരു ഗ്രാമത്തിൽ, ശരിക്കും പക്കാ ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നിർമ്മൽ ഭയ്യൻ്റെ വീടൊക്കെ കണ്ടു. നിർമ്മൽ ഭയ്യയുടെ വീട് ആ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങൾ ഇന്നലെ എന്തായാലും ഇവിടുത്തെ ആ ഒരു തേയിലക്കാടൊക്കെ ഞങ്ങൾ ഇന്നലെ കാണിച്ചു തന്നില്ലായിരുന്നോ. അപ്പോൾ എന്തായാലും ഒരു ദിവസം ഇവിടെ വരെ വന്നിട്ട് ഇവിടെ ഒരു ക്യാമ്പ് ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ കുക്കിങ്ങും ഒക്കെ ആയിട്ട് ഇവിടെയായിരുന്നു കേട്ടോ ക്യാമ്പ് ചെയ്തത്. അതിനുശേഷം അതിരാവിലെ എണീറ്റു. എന്താ പറയുക, നല്ല റീഫ്രഷ് ആയിട്ടുള്ള അന്തരീക്ഷം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളിത് ഇവിടെ ചായ ആക്കുന്നുണ്ട്. നമ്മുടെ കുക്കിങ്ങിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇന്നലെ നമ്മൾ ചോറും മീൻകറിയും മുട്ടയും ഒക്കെയാണ് കേട്ടോ ആക്കിയത്. അപ്പോൾ രാവിലെ ഒരു ചായ ഇട്ടിട്ട് നമ്മൾ തുടങ്ങുന്നു. ശരിയാണല്ലോ, നമ്മളെപ്പോലെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു നൂഡിൽസാണ് കേട്ടോ ഇത്. പലരും കണ്ടിട്ടുണ്ടോ ഇൻസ്റ്റൻറ്റ് നൂഡിൽസിൻ്റെ ഇത്? ജസ്റ്റ് ഇതിൻ്റെ അകത്തൊരു എണ്ണ പോലത്തെ സാധനം, പിന്നെ ഒരു പൗഡറും പിന്നെ കുറച്ച് ഉണക്കിയ പച്ചക്കറിയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് ഇട്ടിട്ട് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒരു 3 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്വാദിഷ്ടമായ നൂഡിൽസ് കിട്ടും കേട്ടോ. ഇതുപോലുള്ള പല സാധനങ്ങളും പുട്ട് വരെ ഇങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പുളി അരിയകരയാണെങ്കിൽ നൂഡിൽസിൻ്റെ കൂടെ നമ്മളോരോ ബുൾസൈ കൂടി കഴിക്കുന്നുണ്ട്. പൊളിയായിരിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമുക്കിതാ ഈ ഒരു കാടിനോടും ഈ ഒരു തേയില തോട്ടത്തിനോടും ബൈ പറയാനുള്ള സമയമായ. അപ്പം ഞങ്ങളോട് ഇവിടുന്ന് പെട്ടിയും കിടക്കെ എടുത്ത് വീണ്ടും വിട്ടോളാൻ പറഞ്ഞ ആര് മനസ്സ് കേട്ടോ. അപ്പം ഞങ്ങളിതാ ടെൻ്റ് അടിക്കട്ടെ. ഇനി ടെൻ്റ് അടിച്ചിട്ട് ഇനിയിപ്പോൾ പോകുന്ന സ്ഥലം പോകുമ്പോൾ കാണാം. അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് പ്ലാനൊന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ്. ഫ്രണ്ട്സ്, അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഈ ഒരു ഫാമിലിയോടും നാട്ടുകാരോടും ഒക്കെ ബൈ പറഞ്ഞ്. ഭയ്യാജി ഫിർ മിലേഗ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ നിർമ്മൽ ഭയ്യ രാവിലെ തന്നെ പോയി കേട്ടോ. നമ്മുടെ കാസിരംഗ ആ ഒരു ക്യാമ്പിംഗ് സൈറ്റിലേക്ക് പോയി. പുള്ളിക്കാരൻ ഡ്യൂട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പതിയെ ഇറങ്ങുകയാണ്. ഇത് പ്രഭാകരൻ്റെ മേലെ മുഴുവൻ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ജൊറാഘട്ട് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ടൗൺ ഏരിയയിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എങ്ങോട്ട് പോകണം എന്നുള്ളത് വഴിയെ വരുമല്ലേ. ഇവിടുന്ന് ആക്ച്വലി പുറത്ത് കിടക്കാനുള്ള വഴി ഏതാണെന്ന് കറക്റ്റ് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഞങ്ങൾ അന്ന് രാത്രി വന്നതല്ലേ. അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന അതേ വഴി കൂടി. വേറെ ആരെയും നമ്പാനില്ല കേട്ടോ. പോയിക്കൊണ്ടേയിരിക്കുവാണ്. വിശ്വാസം അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും ഉണ്ടല്ലോ, ടാറിങ് വന്നിട്ടേ ഇല്ല. ടാറിട്ട റോഡുകളൊന്നും എവിടെയും കാണാനില്ല. പണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ കേരളമൊക്കെ കാണുന്നത്, കേരളത്തിൽ നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്ന റോഡിൻ്റെയൊക്കെ ഒരു രീതിയുണ്ട് കേട്ടോ. ഈ 2 സൈഡിലായിട്ട് കമ്മ്യൂണിസ്റ്റ് പച്ചകൾ ഇഷ്ടം പോലെ വളർന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, നമ്മൾ മെയിൻ റോഡിലോട്ട് കയറിയിട്ടേ ഇല്ല. ഇതുപോലുള്ള ഗ്രാമ വഴി കൂടി തന്നെയാണ് കേട്ടോ കുറേ നേരമായിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. വാവ്, നല്ല ഭംഗിയാണ്. ശരിക്കും ഹൈവേ കൂടി പോകുന്നതിനേക്കാൾ ഒരു രസം, ഒരു റീഫ്രഷ്മെൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഗ്രാമത്തിലൂടെ പോകുമ്പോഴാണ്. നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇതുകൊണ്ട് നിങ്ങൾ 3 ടയറുള്ള സൈക്കിള്. ചളി എന്ന് പറഞ്ഞാൽ ചെളിയുടെ അങ്ങേയറ്റം കേട്ടോ. എന്ത് ചെയ്യാനാ, ഈ ഒരു നാടിന് മൊത്തത്തിൽ ഒരു ചെളിയുടെ മണമാണ്. അന്നേരം നമുക്കും അതിൻ്റെ ഒരു കാറ്റ് എന്തായാലും കേൾക്കും. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നമ്മളൊരു ഈ ഒരു റീജിയനിൽ എത്തിയപ്പോഴത്തേക്ക് ശരിക്കും ആലപ്പുഴയുടെ ആ ഭാഗങ്ങളൊക്കെ പോലെ വെള്ളവും താറാവും
മറ്റേ ഇത് അതിന് കുറുകെ ആക്കി വെക്കുന്ന പാലങ്ങളൊക്കെ ആയിട്ട് വളരെ സുന്ദരമായ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ നമ്മളെ. അങ്ങനെ ജോറാകട്ട് എത്തിയേ. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്ഥലം അന്വേഷിച്ച് നമ്മൾ വന്ന സമയത്ത് ഇതവിടെ ഹോട്ടൽ സ്വാഗതം എന്ന് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്വാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹോട്ടലിൻ്റെ പേരാണ്. ശരിക്കും മലയാളി കേരള ഫുഡ് മീൻസ് ദോശ, മസാല ദോശ പോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്നതാണ്. എന്തായാലും സന്തോഷമായി. ഈ ഹോട്ടലിൻ്റെ ഓണർ ചേട്ടനാണോ? ആണോ? ആ ഓക്കെ. എങ്ങനെയായിരുന്നു പേര്? കുഞ്ഞുമോൻ. നാട്ടിലെവിടെയാ? കായംകുളമാണ്. അടിപൊളി. ഇപ്പോൾ കുറേ വർഷമായി ഈ ഒരു ഹോട്ടല്? ഇത് 30 വർഷമായി. ഓക്കെ. എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഹോട്ടൽ സ്വാഗതം സൗത്ത് ഇന്ത്യൻ എന്ന് കണ്ടപ്പോൾ കയറിയതാണ്. ഇവിടെ വന്നപ്പോഴാണ് മലയാളം വന്നൊക്കെ അറിഞ്ഞത്. എന്തായാലും ഒരുപാട് സന്തോഷം. വന്നപാടെ നമ്മളൊരു മസാല ദോശ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പ്ലേറ്റ് നിറച്ച് മസാല ദോശ വന്നപ്പോൾ തന്നെ എങ്ങനെയുണ്ട്? അടിപൊളി. തേങ്ങാ ചമ്മന്തിയാണത്? ഇരിക്കും വയ്യ. തേങ്ങാ ചമ്മന്തി പൊളി, നാടിൻ്റെ ടേസ്റ്റ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളുണ്ടല്ലോ ഇന്നലെ ഇതേ സ്ഥലത്ത് തന്നെ നമ്മളിവിടെ തന്നെ താമസിച്ചു. ഇതിൻ്റെ മേലെ തന്നെ ഇവർക്ക് റൂമിൻ്റെ സൗകര്യമുണ്ട്. ഒരു ലോഡ്ജ് പോലെയാണ്. അന്നേരം നമുക്ക് റൂം കിട്ടി. അപ്പം ഇന്ന് രാവിലെ നമ്മൾ ഇനിയിപ്പോൾ വീണ്ടും ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ പോകാൻ പോകുന്നത് മാജുലി ഐലൻഡിലേക്ക് നമ്മൾ വീണ്ടും പോകാൻ പോവുകയാണ്. അതായത് എന്താ പറയുക, മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദ്വീപ് എന്ന് പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ പുഴ കൊണ്ട് നിർമ്മിതമായ ഒരു ദ്വീപാണ് ഈ മാജുലി എന്ന് പറയുന്നത്. ശരിക്കും ബ്രഹ്മപുത്ര നദിയുടെ എക്കൽ മണ്ണ് അടിഞ്ഞ് ഉണ്ടായ, അല്ലെങ്കിൽ ബ്രഹ്മപുത്ര നദി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ദ്വീപിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ചേട്ടാ അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ? ശരി. എങ്ങനെ ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് മുരളി. നാട്ടിലെവിടെയാ? നാട്ടിൽ പത്തനംതിട്ടയാണ്. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും കൂടിയാണല്ലേ നടത്തുന്നത്? ഇപ്പോൾ 30 വർഷത്തോളമായിട്ട് ഇതാ ഇവിടെ മലയാളി. ഇപ്പോൾ ഈ ഒരു റീജിയണിൽ വരുന്ന നമ്മൾ റൈഡേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. സ്വാഗതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ്. നമുക്ക് താമസവും കേരള സ്റ്റൈലിലുള്ള ഭക്ഷണവും ഒക്കെ കിട്ടും. കുറച്ച് നല്ല മലയാളമൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും കണ്ടതിൽ സന്തോഷം. അടുത്ത വരവിനെ തിരിച്ച് കാണാം. കണ്ടോ നിങ്ങൾ? ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഏഷ്യാനെറ്റ് പ്ലസ് ഒക്കെ ഉണ്ട് കേട്ടോ. മലയാളം ചാനലൊക്കെ വീണ്ടും കണ്ടു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ വന്നാലേ ഫുള്ള് റെഡിയല്ലേ? ഇതും കൊണ്ട് മറ്റേ ഇതിൻ്റെ അകത്ത് മാജുലി പോകണമെങ്കിലുണ്ടല്ലോ നമുക്ക് ഫെറിയിൽ കയറണേ. പ്രഭാകരനെ കൊണ്ട് കയറി ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഇറക്കി വിടുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം കേട്ടോ. നമ്മളുണ്ടല്ലോ ഫെറിയിലോട്ടുള്ള റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഫെറി എന്ന് പറയുന്നത് രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ, അത്രയാണ് കേട്ടോ ഫെറിയുടെ ടൈമിങ്. രാവിലെ പിന്നെയും ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോഗ്, കാറ്റ് പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഫെറി സർവീസ് നടത്തൂല കേട്ടോ. ഇന്നൊന്നുമില്ല. ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയുണ്ട്. നോർമലി നമ്മൾ വരുമ്പോൾ മഴയൊക്കെ പെയ്യേണ്ടതാണ്. ബട്ട് എന്താ നമ്മൾ വന്ന കാര്യം ഇവിടെയുള്ളത് മഴമേഘങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഫെറിയുടെ ആ ഒരു പോർഷനിലെത്തിയിട്ടുണ്ട്. ശരിക്കൊരു കടലിൻ്റെ തീരത്തേക്കൊക്കെ വന്ന പോലെ ഒരു ഫീലുണ്ട് കേട്ടോ ഇവിടെ വരുമ്പോഴത്തേക്കും. അതുകൊണ്ടല്ല വലിയൊരു ഭാഗ്യം നമ്മളെ കാത്തിരുന്നല്ല, വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നോർമലി ഇവിടുത്തെ ഫെറി ഉണ്ടല്ലോ ഇതുപോലത്തതല്ലേ, ഒരു തോണി ടൈപ്പ് ഇങ്ങനെ മേലോട്ട് നമ്മൾ മുമ്പേ വന്നപ്പോൾ ഉണ്ടല്ലോ വലിയ ഒരു തോണി ടൈപ്പ് സാധനമായിരുന്നേ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മേലോട്ടേക്ക് കയറ്റണം. ഭയങ്കര പാടാണ് ലഗേജൊക്കെ വെച്ച് കയറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഒറിജിനൽ ഫെറി. ഇത് നേരെ നടത്തി ഇങ്ങോട്ട് പ്രഭാകരൻ അറ്റത്താണ് കേട്ടോ സ്ഥലം. ആക്ച്വലി ഉണ്ടല്ലോ നമ്മുടെ ടിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ലേ. ഫ്രീക്കത്ത് അത് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറിയത്. നോർമലി കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ബസ്സിൽ നിന്നൊക്കെ എടുക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ ടിക്കറ്റുമായിട്ട് ആൾക്കാർ ഇവിടെ തന്നെ വന്നിട്ട് തരുമായിരുന്നു. പക്ഷേ ഇതിൽ സിസ്റ്റം മൊത്തം മാറ്റമാണ്. ഇപ്പോൾ മാറിയതാണോ അറിയില്ല. മേളിൽ പോയിട്ട് അവിടെ നിന്ന് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്നിട്ട് ഇവിടെ ഇവർ എൻട്രി ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് ഇവിടെ നമ്മുടെ ഫോൺ നമ്പറും ഒക്കെ കൊടുക്കണം കേട്ടോ. അതിനുശേഷം അഡ്രസ്സൊക്കെ കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറ്റി വിടാം. പക്ഷെ നമുക്ക് സ്പെഷ്യൽ പരിഗണന കിട്ടി. എന്തോ ആര് വിളിക്കുന്നുണ്ട് ദൈവമേ. ടിക്കറ്റ് കിട്ടിയില്ലേ? എത്രയാ? 40 രൂപ ടിക്കറ്റിൽ. ഇതാ നമ്മൾ കരയിലെ കാഴ്ച അവസാനിച്ച് കേട്ടോ. ഇനി വെള്ളത്തിലാണ് കാഴ്ചയുള്ളത്. ഞാൻ കിട്ടൂലെന്ന് വിചാരിച്ചു കേട്ടോ. അന്തരന്ന് ഓക്കെ ഓക്കെ. ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇരിക്കാനുള്ള സ്ഥലമുള്ളത്. ആ
ആ ടിക്കറ്റ് എന്നാ അവിടെ ഓ സ്കാൻ ആ ഓക്കെ ഓക്കെ. ഇത് ആദ്യമായിട്ടുള്ള പരിപാടിയില്ല, നമുക്കറിയില്ലല്ലോ എന്ന്. അതായിരുന്നു അവർ ഇത്രയും നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനിരുന്നത് കേട്ടോ. ഇതെല്ലാം ടിക്കറ്റ് സ്കാൻ ചെയ്യുന്നുണ്ട്, എല്ലാം ഓൺലൈനായിട്ടാണ്. ശരിക്കും നല്ല മാറ്റം വന്നേ. ഇവിടെ ഇതെല്ലാമായിരുന്നു നോർമൽ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് പറ്റിയത് ഇങ്ങനെയാണ്. ശരിക്കും നമ്മുടെ ഫോർട്ട് കൊച്ചി റീജിയനിലൊക്കെ ഉള്ള ആ ഒരു ഫെറി ഇല്ല, സെയിം അത് ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ പഴയ ഫെറി മാറ്റമാണ്. ശരിക്കും ഒരു 10 മാസം മുമ്പ്, ഒരു വർഷം മുമ്പ് 10 മാസം മുമ്പത്തെ ഉള്ളൊരു കാഴ്ചയാണ്. നിങ്ങൾ ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അന്നത്തെ ഫെറി എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇത് വലിയ മാറ്റം വന്നു കേട്ടോ. അങ്ങനെ ലോക്ക് ചെയ്ത് നമ്മളിത് ഇപ്പുറത്തേക്ക് വരികയാണ് കേട്ടോ. പോയേ ബൈ ബൈ. ഫെറിയുടെ വർക്കിംഗ് എല്ലാം നോർമൽ നമ്മുടെ നാട്ടിലുള്ള ഫെറിയുടെ ഒക്കെ പോലെ തന്നെയാണ്. പക്ഷേ ഒരു പുഴയ്ക്ക് ഇത്രയും വലിയ ഫെറി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബ്രഹ്മപുത്ര നദിയാണ് കേട്ടോ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദികളിലൊന്നായ നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനം എന്നൊക്കെ പറയാവുന്ന അത് 3 രാജ്യങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൈനയിൽ ഉത്ഭവിച്ച് ഇന്ത്യയിൽ വന്ന് അതിനുശേഷം ബംഗ്ലാദേശിലൂടെ ബംഗാൾ ഉൾക്കടലിൽ പോയി അവസാനിക്കും കേട്ടോ. ഒരുപാട് സംസ്കാരത്തിനും ഒരുപാട് ഭാഷകൾക്കും ഒരുപാട് ജീവനുകൾക്കും ഒക്കെ എന്താ പറയുക ഇത് നൽകുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രഹ്മപുത്ര. ശരിക്കും അപ്പം ബ്രഹ്മപുത്രനെ എപ്പോഴും നമ്മൾ ആ ഒരു പ്രൗഢിയോടെ തന്നെ കാണണേ. वेलकम टू मजुली। नहीं आपका भाषा है हमें तो बात ऐसा कुछ होगा ना, मजुली वेलकम। ओके थैंक यू. മജുലിയിലുള്ള ഒരു പോലീസുകാരാണ് ഇവർ. आप वो जोरहाट में जॉब करता है ना? अभी हम गुवाहाटी से आ रहा हूँ. गुवाहाटी से ഓക്കെ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കേരളത്തിൽ നിന്നൊക്കെ വരുന്നതെന്ന് കണ്ടപ്പോൾ അപ്പോൾ നമ്മളും എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഭാഷയിലൊരു വെൽക്കം പറഞ്ഞതാണ്. ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഈ ഒരു യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അങ്ങോട്ടേക്ക് പോകുമ്പം 90 മിനിറ്റ് വേണം നമ്മൾ അങ്ങ് എത്താൻ വേണ്ടിയിട്ട്, മാജുലി ഐലൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് അത് വെറും 45 മിനിറ്റിലേക്ക് മാറും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുഴ ഉണ്ടല്ലോ താഴോട്ടേക്കാണ് ഒഴുകുന്നത്. ഇപ്പോൾ നമ്മൾ ഒഴുക്കിന് ഓപ്പോസിറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ടൈം എടുക്കും. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഒഴുക്കിൻ്റെ കൂടെ എൻജിൻ പവറും കൂടി ആകുമ്പോൾ അങ്ങോട്ട് എത്തും. ഫ്രണ്ട്സ് ഉണ്ടല്ലോ, പോകുന്ന വഴിക്കത് ഇതുപോലുള്ള മണൽത്തിട്ടകൾ നമുക്കിങ്ങനെ കാണാവേ. പിന്നെ വേറൊരു സന്തോഷകരമായ വാർത്ത പറയാനുണ്ട്. ഈ ഒരു ഫെറിയും ഇതൊക്കെ ഇനി കുറച്ച് നാളത്തേക്ക് കൂടി ഉണ്ടാവുള്ളേ. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് പുതിയൊരു പാലം കൂടി വരുന്നുണ്ട്, പാസ്സായിട്ടുണ്ട്. അതിൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് ചെറിയ പോസ്റ്റുകളൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പാലത്തിൻ്റെ തൂണ് വരേണ്ട ഭാഗങ്ങൾ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫെറി അവസാനിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നോർമലി മഴക്കാല സമയത്തൊക്കെ ഇവിടെയുള്ളവർക്ക് നല്ല വെള്ളം, വലിയ കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത് പുറം ലോകമായിട്ട് കണക്ടിവിറ്റി ഉണ്ടാകത്തില്ല. അതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ ലക്കിംപൂർ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുണ്ട്. ലക്കിംപൂർ സൈഡിൽ ഓൾറെഡി ബ്രിഡ്ജ് കണക്ടിവിറ്റി ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ബട്ട് ഇനി ആ ഒരു ബ്രിഡ്ജ് കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കണക്ട് ആവും. അതായത് വികസനം പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഫെറിയുടെ ഈ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കേണ്ട ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോ. അത് കഴിഞ്ഞ് ബ്രിഡ്ജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെറിയൊക്കെ ക്യാൻസലായി പോവേ. അങ്ങനെ ഓടി ഓടി നമ്മൾ കര കണ്ടു കേട്ടോ. അതുപോലെ തന്നെ അതാ സൂര്യൻ ഓൾമോസ്റ്റ് അസ്തമിച്ച് തുടങ്ങാൻ പോകുന്നുണ്ട്. ശരിക്കും നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുന്ന സമയത്ത് ജസ്റ്റ് 1 മണിക്കൂർ 20 മിനിറ്റ് മുകളിലെന്ന് പറഞ്ഞ് ശരിക്കും 1.5 മണിക്കൂർ ഫെറിയിൽ തന്നെ ഉണ്ട് കേട്ടോ എത്താൻ വേണ്ടിയിട്ട്. ഗൂഗിൾ വെച്ച് ഞാൻ പറഞ്ഞില്ലേ വെറും ടൈപ്പാണെന്ന്, അങ്ങനെ പോകാനാണ് പറഞ്ഞത്. എന്ത് ചെയ്യാതെ ഓർക്കണം. അതായത് നമ്മൾ കറക്റ്റ് ടൈമിൽ ഇരുട്ടുന്നതിന് മുമ്പ് ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഇവിടെ ഒരു താമസത്തിൻ്റെ ഒരു സൗകര്യം തപ്പി കണ്ടുപിടിക്കണം. അതിന് മുമ്പ് നമ്മുടെ പ്രഭാകരനെ ഇവിടെ ഇറക്കണം കേട്ടോ. ആൾക്കാരെല്ലാം നോക്കി ഒരു ഇതിൻ്റെ അകത്ത് എത്ര പേരാണ്, ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഫ്ലൈറ്റൊക്കെ നിർത്തുമ്പോൾ ആദ്യം ഇറങ്ങണം എന്ന് പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ സ്ഥിരമായിട്ടൊരു ജെട്ടി ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂഴി എപ്പോഴും ഈ ഒരു പൂഴിയൊന്നും സ്ഥിരമായിട്ടുള്ളതല്ല, അത് അടുത്ത വെള്ളപ്പൊക്കത്തിൽ ഒഴിച്ചു പോകുന്നതാണ്. അന്നേരം ഇതുപോലെ തട്ടിയിട്ട് തിരിഞ്ഞ് പൊളിഞ്ഞ് വീഴുക ഇല്ല കേട്ടോ. ഇതുപോലൊരു സാധനം ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സാധനം എപ്പോഴും ഇങ്ങനെ നിർത്തും കേട്ടോ. ബൈ ബൈ. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ട് മജുലി വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ ടാക്സി സർവീസുകൾ അവിടെ അപ്പുറത്തെ എൻഡിലും ഇപ്പുറത്തെ എൻഡിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് സ്ഥലം പറഞ്ഞ് നമുക്ക് കയറി പോകാൻ പറ്റുമേ.
ടാറിട്ട ഗ്രാമവീതിയിലൂടെ ഇതാ പുകയും പൊടിയും ഒക്കെ പശ്ചാത്തലമാക്കിയിട്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ കൊയ്ത്ത് കഴിഞ്ഞു പോയേ, അതുകൊണ്ട് നമുക്ക് നെൽപ്പാടങ്ങളിൽ ആ ഒരു ബ്യൂട്ടിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ കൊയ്ത് കഴിയുമ്പോൾ ഒരു ഗോൾഡൻ കളർ വരില്ല, ആ ഒരു കളറിൽ നമുക്ക് കാണാം കേട്ടോ. ഇത്രയും പേരും ചേർന്നോണ്ടാട്ടോ കാര്യം. ഫ്രണ്ട്സ്, നമ്മൾ വന്ന കറക്റ്റ് ടൈമിലാണ് കേട്ടോ. ഇവിടുത്തെ വൈകിട്ടത്തെ ചന്ത ആക്റ്റീവ് ആകുന്ന ടൈമാണിത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇതാ മത്തങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. മത്തനങ്ങ, കോളിഫ്ലവർ, നെല്ലിക്ക, പിന്നെ ഇവിടെ വേറൊരു സാധനമുണ്ട്. ഇതുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നാൽ മറ്റേ ക്യാ ബോൾത്തെ ബേൽബില്ലി. ഓ, ഇതിനങ്ങനെയാണ് കേട്ടോ പറയുന്നത്. പക്ഷെ ആ പെൺപിള്ളേർ പറഞ്ഞത് ഇത് ആ ടേസ്റ്റ് ചെയ്യേ. അന്ന് നമ്മൾ ആ പെമ്പിളാരെ കണ്ടപ്പോൾ കഴിച്ചില്ലായിരുന്നോ? സെയിം സാധനമാണ്. അവരെന്ന് ആസാം ഒലിവ് എന്നാണ് പറഞ്ഞത്, അങ്ങനെ ഒരു പേരുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് മാർക്കറ്റ് കണ്ടപ്പോൾ എന്നാൽ പിന്നെ മാർക്കറ്റിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കിയതാണ്. മറിഞ്ഞ് വീണ് ഇവിടെയുള്ള മാർക്കറ്റിലെ ആളുകളെല്ലാം ഓടിക്കൂടി നമുക്കത് എന്തായാലും എടുത്ത് പൊക്കി തന്നതുണ്ട്. നമ്മുടെ കപ്ലങ്ങയൊക്കെ ഉണ്ട് കേട്ടോ, കപ്ലങ്ങ, വെണ്ടക്ക. പിന്നെ ഇവിടുത്തെ നാരങ്ങ ഉണ്ട്. നിങ്ങൾ നോർമലി നമ്മുടെ നാട്ടിൽ ചെറുനാരങ്ങ കിട്ടുന്നതിന് വരെ ഇവരുടെ വലിയ വലിയ നാരങ്ങയാണ്. നമസ്തേ. എന്തായാലും കൊള്ളാം. ജസ്റ്റ് ഒരു മാർക്കറ്റ് ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾ എന്നാൽ ഇവിടുത്തെ മാർക്കറ്റിൻ്റെ കാഴ്ച എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം എന്ന് വിചാരിച്ച് ഇറങ്ങാൻ ശ്രമിച്ചതാണ്. കാര്യമായി ഞങ്ങൾക്കൊന്നും പറ്റിയില്ല കേട്ടോ. എന്നാൽ മുളക് പൊടിയൊക്കെയാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ചുണ്ണാമ്പ് കൂടിയാണ് കേട്ടോ. അത് എന്തായാലും അടിപൊളി, കൊള്ളാം. ഇനിയുണ്ട് മുമ്പോട്ട് എന്തൊക്കെയോ കാഴ്ചകൾ നമുക്ക് വേണ്ടി വെയിറ്റിങ്. എന്തായാലും മാജുലി പ്രഭാകരനെ വീഴ്ത്തി തുടങ്ങിയിരിക്കുന്നു, ചെരിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്തോ സ്പെഷ്യലായിട്ട് നമുക്ക് ഇവിടെ കിട്ടാനുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ ഫൈനലി നമ്മളുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലായിടത്തും എത്തുന്ന പോലെ തന്നെ ഇന്നും ലേറ്റായി, കുറച്ച് ലൈറ്റൊക്കെ പോയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ലൈറ്റ് പോയിട്ടുള്ള വിഷ്വൽസ് ഇനി മുതൽ ഞാൻ എടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ ഓണറെ. യുവർ ഗുഡ് നെയിം? Jahno Barua. Okay, nice place. And thanks for choosing us. We are very happy to welcome. Okay. അപ്പം കൂടുതൽ ഈ ഒരു നാടിൻ്റെ വിശേഷങ്ങളും ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാൻ മറക്കണ്ട. സ്നേഹം മാത്രമേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. മറക്കും.